ശിശുദിനം നന്നായി ആഘോഷിച്ചു അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നി? രാജി മിസ്സിന് അല്ല, വേറെ ഇവിടെ എല്ലാ ടീച്ചേഴ്സിനും അത് നിങ്ങൾക്കും ഒരുപോലെ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലേ? അതിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിനെ പറ്റി മിസ് ഒരു ശ്ലോകം പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പറയാം. ക്ഷമാ വശീകൃതി ലോകെ ക്ഷമയാ കിന്ന സാധ്യതേ ശാന്തി ഖഡ്ഗഃ കരേ യസ്യ കിം കരിഷ്യതി ദുർജനഃ. ക്ഷമാ വശീകൃതി ലോകെ ക്ഷമയാ കിന്ന സാധ്യതേ ശാന്തി ഖഡ്ഗഃ കരേ യസ്യ കിം കരിഷ്യതി ദുർജനഃ. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്ഷമ എന്നുള്ള ഒരു വാള് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് ദുർഘട സന്ധ്യയും നമുക്ക് അതിനെ പരിഹരിക്കാൻ പറ്റും എന്നതാണ്. ഇതിപ്പോൾ ഈ ശ്ലോകം ഇവിടെ പറയാനുള്ള കാര്യം നമുക്ക് അറിയാം അല്ലേ? ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കാര്യമൊക്കെ നടന്നു അല്ലേ? നമ്മൾ ഒരാളെയും മനസ്സിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കം ഒന്നും പാടില്ല. വൈരാഗ്യ ബുദ്ധിയോടുകൂടി നമ്മൾ പെരുമാറാനേ പാടില്ല. നമ്മളെല്ലാവരും ക്ലാസ്മേറ്റ്സ് അല്ലേ? എല്ലാവരും ഫ്രണ്ട്സാണ് അല്ലേ? എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് വേണം അല്ലേ? എല്ലാവരും ചേട്ടനും ചേച്ചിമാരും അതുപോലെ നിങ്ങൾ വിളിക്കണം, അതുപോലെ നിങ്ങൾ ബിഹേവ് ചെയ്യണം. അങ്ങനെ അതിനാണ് മിസ് ഈ ശ്ലോകം പറഞ്ഞത്. ഇത് ജ്ഞാനം, വിനയം, സഹനശക്തി, ലക്ഷ്യബോധം, ന്യായം, സ്നേഹം, പരസ്പര വിശ്വാസം എന്നിവ ഐക്യത്തിന് വഴിയൊരുക്കുമ്പോൾ അജ്ഞാനം, അഹങ്കാരം, അസഹിഷ്ണുത, ലക്ഷ്യബോധമില്ലായ്മ, അന്യായം, രാഗദ്വേഷം, വിശ്വാസഹീനത എന്നിവ വിഘടനത്തിന് വഴിയൊരുക്കുന്നു, സ്പ്ലിറ്റിന് കാരണമാകുന്നു. അവിടെ നിന്നാണ് എല്ലാം നമ്മുടെ ആ സ്നേഹം ഇല്ലായ്മ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ല കുട്ടികളായിട്ട് 10th ആയാലും 12th ആയാലും നല്ല സ്നേഹത്തോടു കൂടി, മൈത്രി ഭാവത്തോടു കൂടി പെരുമാറണം. ഓക്കെ, താങ്ക് യു.